ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശ് പറയുന്നുണ്ട് ദേവയാനിയോട്, അനാമിക ഒരുപാട് സ്വർണവും സ്വത്തൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നെന്ന് പറയുന്നു. പക്ഷേ അവൾ കൊണ്ടുവന്നതിൻ്റെ 100 ഇരട്ടി ലാഭം നമ്മുടെ കമ്പനിക്ക് നയന വരച്ച ഡിസൈനിലൂടെ കിട്ടിക്കഴിഞ്ഞു. കോടിക്കണക്കിന് ലാഭമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നയനയ്ക്കാണ് ഏറ്റവും വലിയ സ്ഥാനമെന്ന്. അവൾ വലിയ ഡിസൈനർ ആണെങ്കിൽ നീ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി, എൻ്റെ അടുത്ത് അങ്ങനെ പൊക്കി പറയുമൊന്നും വേണ്ടെന്ന് പറയും. പിന്നെ ഇവൾ അവിടെ നിൽക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നിർത്തുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നീ വൈകിട്ട് ഉറങ്ങാതെ ഇരിക്കുകയും നിനക്ക് ഇവളെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞെന്ന് പറയും. ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് ദേവയാനി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, നിൻ്റെ അമ്മായിമ്മയെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയും. അപ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെ ആയാലും അമ്മയുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒത്തിരി മാറ്റമുണ്ടല്ലോ, അത് തന്നെ വലിയ ആശ്വാസമല്ലേ എന്ന് പറഞ്ഞ് ആദർശ് അകത്തേക്ക് അങ്ങ് പോകും. നവ്യ അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് 2 ദിവസം വീട്ടിൽ നിന്നേച്ച് വന്നാൽ മതിയായിരുന്നല്ലേ, അച്ഛനും അമ്മയും അത് ആഗ്രഹിച്ചായിരുന്നെന്ന് പറയും. അത് സാരമില്ല ചേച്ചി, നമുക്ക് ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ടേ നിൽക്കാനായിട്ട്. നമ്മളിവിടെ വന്നില്ലെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായാലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇനി നമുക്ക് നന്ദു ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ അന്ന് നമുക്ക് പോയി അവിടെ തങ്ങാം. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞല്ലേ അവൾ വരത്തുള്ളൂ, അതുകൊണ്ട് ആ ദിവസം തങ്ങാം. പിന്നെ നമുക്ക് തങ്ങാനായിട്ട് ഒരുപാട് പരിപാടികൾ കിടക്കുകയല്ലേ, ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ജനനം, നൂലുകെട്ട്, ചോറൂണ്, അങ്ങനെയുള്ള പല ഫംഗ്ഷനും ഉണ്ടല്ലോ. അന്നേരമൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടാം. അതുകൊണ്ട് ഇപ്പം നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് അങ്ങ് കയറിപ്പോകും. നവ്യ ചെല്ലുമ്പോഴത്തേന് അഭി ഇരുന്ന് ഫോണിൽ ഇങ്ങനെ ചാറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നവ്യ പറയും, നീ എന്താ കുറേ നേരം ആയല്ലോ ഈ ഫോണിൽ തന്നെ ഇരുന്ന് പണിയുന്നു, ചാറ്റ് ചെയ്യുകയാണെന്നറിയാം, ഓരോ പെൺപിള്ളേരെയും ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യുന്ന സ്വഭാവമല്ലേ നിനക്കുള്ളതെന്നൊക്കെ പറയും. നിനക്ക് ഇതുവരെ ഇതൊന്നും നിർത്താറായില്ലേ, നിനക്കൊരു കുഞ്ഞാകാൻ പോവോ, നീ ഒരു അച്ഛനാകാൻ പോവാന്നൊരു ബോധമെങ്കിലും നിനക്ക് വേണ്ടേന്നൊക്കെ ചോദിക്കും. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് നീ അതിനകത്ത് ഇടപെടാൻ വരണ്ട, അതൊന്നും എനിക്കിഷ്ടമല്ലെന്ന് പറയും. നിൻ്റെ ഈ ചീറ്റിംഗ് ഒക്കെ താമസിയാതെ നിന്നോളും. നീ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ അനിയത്തി SI ആകാൻ പോവുക, അവൾ നിന്നെ പല കാര്യങ്ങൾക്കും പൊക്കുമെന്ന് പറയും. അന്നേരം അഭിയോഗിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തി SI ആയാൽ എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്ന്. കള്ളക്കേസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നിൻ്റെ പേരിൽ പല കേസുകളും അല്ലാതെ തന്നെ വന്ന് ചാടിക്കോളും. നീ ചീറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ഒന്ന് കേസ് കൊടുത്താൽ മതി, നീ അഴി എണ്ണുമെന്ന് പറയും. അന്നേരത്തേന് അഭി പറയുന്നുണ്ട്, എന്നെ ഈയിടെ എരുമയിലേക്ക് പോയപ്പോഴത്തേന് ഒരു SI തൂക്കിയെടുത്ത് അകത്തിട്ട് ഒരുപാട് അടിച്ചു. അയാളെ ഞാൻ പിന്നീട് കണ്ടപ്പോഴത്തേന് ശരിക്ക് തിരിച്ചു കൊടുക്കുക മാത്രമല്ല ആ SIയുടെ കൈ വരെ ഒടിച്ചെന്ന് പറയും. അന്നേരത്തേന് പറയുന്നുണ്ട് നവ്യ, എന്നിട്ട് അയാൾ ആ കൈ വെച്ച് തന്നെ നിൻ്റെ ചെവിക്കലിനിട്ട് അടിച്ച് തന്നില്ലേ നീ? അതെങ്ങനെയാ, വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ പോലും നീ സ്വന്തം കുഞ്ഞായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ, നീ ഒരു അച്ഛനാണെന്നുള്ളൊരു ബോധവും നിനക്കില്ലെന്ന് പറയും. അപ്പോഴത്തേന് നവ്യയോട് അഭി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയാണെ മിടുക്കിയ, അവൾ ഡിസൈൻ വരച്ച് ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കമ്പനിക്ക്. അതുപോലെ തന്നെ നിൻ്റെ ഇളയ അനിയത്തി ഇങ്ങനെ SI പോസ്റ്റിലേക്ക് വരുന്നു, അവളും കാശുണ്ടാക്കുന്നു. നീ എന്നത്തിന് നടക്കുക, നീ വെറുതെ പെറ്റു കൂട്ടാൻ തന്നെ നടക്കുകയല്ലേന്ന്. എന്താടാ പറഞ്ഞ് എന്താന്ന് പറഞ്ഞ് നവ്യ അഭിയുടെ നേരെ ചെല്ലുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലോർത്തോണം, ഇത് ഉണ്ടാകുന്നത് ആണായാലും പെണ്ണായാലും ഈ ഒരൊറ്റ എണ്ണം കൊണ്ട് പരിപാടി നിർത്തിക്കണം, ഇനിയും വേറെ പിള്ളേരെ വേണ്ട, ഈ ഒരു കുട്ടി മതി, അത് ഓർമ്മയിൽ വെച്ചോണം എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും നവ്യയ്ക്ക് ശരിക്കും സങ്കടമൊക്കെ വരുന്നുണ്ട്. ദേവയാനി സിറ്റൗട്ട് ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക ഇറങ്ങി വരുന്നത്. അപ്പോൾ അനാമിക ഇങ്ങനെ സങ്കടപ്പെട്ട് പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴത്തേന് ദേവയാനി ഇരിക്കും, എന്താ മോള് ചായയൊക്കെ കുടിച്ചോന്ന്? എനിക്കൊന്നും വേണ്ട വല്യമ്മ, എനിക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ തോന്നില്ലെന്ന് പറയും. എന്ത് പറ്റി എൻ്റെ മോൾക്ക്, എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേന് ദേവയാനിയോട് അനാമിക പറയുന്നുണ്ട്, ആ നന്ദു എന്തിനാ എപ്പോഴും ഇവിടെ വരുന്നത്, ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാ ഇവിടെ വരരുതെന്ന്, അവൾ പിന്നെയും ഇങ്ങോട്ട് കയറി വരുന്നത് എൻ്റെ മനസ്സമാധാനം കളയാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ദേവയാനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നന്ദു വന്നത് ദേവയാനിക്ക് ഇഷ്ടമായിരുന്നല്ലോ. അന്നേരം ദേവയാനി ഒന്നും മിണ്ടാതൊക്കെ നിൽക്കും. അത് പറയും, എനിക്ക് അവൾ ഇവിടെ വരുന്ന ഇഷ്ടമില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇനി വല്യമ്മയും കൂടെ പറയണമെന്ന് പറയും. ഞാനതെങ്ങനെയാണ് മോളെ പറയുന്നത്, നന്ദുവിൻ്റെ 2 ചേച്ചിമാർ ഈ വീട്ടിലല്ലേ കഴിയുന്നത്, അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് പറയണമെന്ന് വിചാരിച്ചാലും ആ കുട്ടി ഓടി ഇവരുടെ അടുത്തല്ലേ വരുന്നത്, അവരുടെ ചേച്ചിമാരോട് പറയാൻ വേണ്ടി വന്നതല്ലായിരുന്നോ? SI പോസ്റ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ച് നല്ല എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനാമികയ്ക്ക് അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ദേവയാനി എന്നെ ഇത്ര നയനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന്. അതുകൊണ്ട് അവൾ വരട്ടെ, വന്നിട്ട് പോയല്ലോ എന്നൊക്കെ പറയും. ആ സമയത്ത് നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ തൂണിൻ്റെ ആ ഭാഗത്ത് തന്നെ അങ്ങ് നയനെ നിൽക്കുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടോണ്ട്
നയനയ്ക്ക് സപ്പോർട്ടായിട്ടും നന്ദുവിനെയൊക്കെ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന ദേവയാനിയെ നോക്കിയാണ് നയന നിൽക്കുന്നത്. വലിയമ്മ എന്തായാലും പറയണം, അവൾ ഇനി ഇവിടെ വരരുതെന്ന് പറയണമെന്ന് ദേവയാനിയോട് അനാമിക പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയില്ല മോളെ. അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരും, അല്ലെ സങ്കടം വരും. അവൾ അത് ആദർശിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലൊരു പ്രശ്നമായിട്ട് വരും. പിന്നെ അതെനിക്ക് ആകെ സങ്കടത്തിനുള്ള കാരണമാകുന്നത് കാരണം ഞാൻ ഇതൊന്നും പറയാനൊന്നും പോകുന്നില്ല. മോൾ അങ്ങ് എല്ലാം കണ്ടൊക്കെ കേട്ടങ്ങ് നിന്നാൽ മതി എന്ന് പറയും. അല്ലെങ്കിലും വല്യമ്മയ്ക്ക് ഈയിടെയായിട്ട് നയനയോട് ഇച്ചിരി സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടെന്ന് അനാമിക പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഒരുപാട് ദേഷ്യം ഒക്കെ കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ മോളെ. ഞാൻ അങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ടാൽ അവൾ ആദർശിനോട് പിണങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെങ്ങാനും പോയാൽ ആദർശിൻ്റെ സങ്കടം പിന്നെ ഞാൻ കാണണം. അത് കാരണം ആദർശിന് വേണ്ടിയാണ് ഞാനിതെല്ലാം സഹിക്കുന്നതെന്നൊക്കെയാണ് അനാമികയോട് ദേവയാനി പറയുന്നത്. എനിക്ക് എന്തായാലും ഒരു മനസമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ദേവയാനിയെ അനാമികയെ നോക്കി നിൽക്കുന്ന നയനയെ കാണുന്നത്. ആഹാ, ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു, ഞങ്ങൾ സംസാരിച്ചൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കും. ഉടനെ നയന പറയും, അതെ കേട്ടോണ്ട് നിൽക്കുക തന്നെയായിരുന്നു പറയും. എന്തായാലും എൻ്റെ കുടുംബത്തെയും കുറ്റം പറയുന്നല്ലേ, അപ്പം ഞാൻ കേട്ടോണ്ട് നിന്നെന്ന് പറയും. അതിനെന്താ കാരണമെന്ന് ചോദിക്കും. നീ അല്ലെങ്കിലും കേൾക്കും, നിൻ്റെ അനിയത്തിയെ നീയല്ലേ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ അവൾ വന്നതിന്? അവൾ SI പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അത് പറയാൻ വേണ്ടി വന്നതല്ലേ, നിന്നെക്കൊണ്ട് അതൊന്നും ആയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതൊന്നും ഇഷ്ടമില്ല, അല്ലെങ്കിലും പെൺപിള്ളേരെ ഇങ്ങനെ കാക്കിയിടുന്നൊന്നും നല്ലതിനല്ല എന്നൊക്കെ പറയും. ഒരു പെണ്ണുങ്ങൾക്കും അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് പറയും. ആർക്കതിന് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഇഷ്ടമില്ലാത്തത്? ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയുള്ള ഒരു പോസ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ കിട്ടാത്തവർ മാത്രമുള്ളൂ അതിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്ന് നയനയും പറയും. നയനയുടെ സംസാരമൊക്കെ ദേവയാനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അനാമിക അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് ദേവയാനിക്കിട്ട് നോക്കി നിൽക്കുന്ന നയനയുടെ മനസ്സിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ എന്ന് എൻ്റെ അമ്മായിമ്മയുടെ മനസ്സൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ, എന്തൊക്കെയോ വ്യത്യാസമുണ്ട്, പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ദേവയാനിയും നയനയെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അകത്തേക്ക് അങ്ങ് പോകും. പിന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയും അനാമികയും കൂടി ഇരുന്ന് ഗൂഢാലോചന നടത്തുന്നതാണ്. എങ്ങനെയെങ്കിലും നയനെ ഇവിടുന്ന് പുറത്താക്കണം. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബം മുഴുവൻ അവളുടെ കസ്റ്റഡിയിലാകും. ഇപ്പം തന്നെ അവൾ വലിയ ഡിസൈനറാണ്. അപ്പം ഈ കമ്പനിക്ക് ഒരുപാട് കോടികൾ അവൾ നേടിക്കൊടുക്കുന്നുമുണ്ട്. ലക്ഷങ്ങളാണ് അവളുടെ ഓരോ ഡിസൈനും കിട്ടുന്നത്. അത് കാരണം അവൾ താമസിയാതെ ആദർശിനെ കൂടാതെ ഈ കമ്പനിയുടെ തലപ്പത്തെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എങ്ങനെയും ഇവനുള്ള ഇവിടുന്ന് ഇറക്കിയേ പറ്റത്തുള്ളൂ ജാനകി പറയുന്നത്. അവളുടെ അനിയത്തിയാണെങ്കിൽ ഇപ്പോൾ SI ആയും കൂടെ വരുവാണെങ്കിൽ പിന്നെ ഇവളുമാരുടെ എല്ലാ അഹങ്കാരം നമ്മൾ കാണുകയും കൂടെ വേണമെന്നാണ് ജലജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനാമികയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാണേലും അവളെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അന്നേരത്തിന് ജലജ പറയുന്നുണ്ട്, ഞാനൊരു പ്ലാനൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്, എങ്ങനെയും അവളെ ഒരു മോഷണ കേസിലെങ്ങാനും ഉൾപ്പെടുത്തി അവളെ ഇവിടുന്ന് ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറയും. അത് എത്രയും പെട്ടെന്ന് ഞാൻ നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ജാനകി അനാമികയോട് പറയും, ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ പോയെന്ന് പറഞ്ഞാൽ പോലും മോൾ ഈ വീട്ടിൽ തന്നെ കാണും, അതോർത്ത് മോള് ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേനും അനാമികയ്ക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദേവയാനി ഇങ്ങനെ തന്നെ ഇരുന്ന് ഓർക്കുന്നുണ്ട്, നന്ദു മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്, അവളുടെ എല്ലാ കാര്യത്തിനും എൻ്റെ മരുമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സ്ഥിതിക്ക് അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കേണ്ടതായിരുന്നു, അത് പറ്റിയില്ലല്ലോ, ഇനി താമസിയാതെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു സമ്മാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കണമെന്ന് ഏട്ടത്തിക്ക് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു, നമുക്കതിനൊരു പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ആദ്യം ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ മനസ്സിലോർക്കും, ഇവളെന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അതെന്താണെന്ന് ഇവളുടെ വായിൽ നിന്ന് തന്നെ അറിയണമെന്ന്. ആദർശിനെയും നയനെയും അകറ്റിയാൽ മാത്രമേ നയനെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും കാരണം ഒപ്പിച്ച് നയനെ ആദർശത്തിൽ നിന്ന് അകറ്റണമെന്ന് പറയും. എനിക്കത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ എന്നെക്കൊണ്ട് ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നോടുകൂടെ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും ജലജയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ജലജ പറയും, എന്തായാലും ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയും. അവളെ ഒരു മോഷണ കേസിൽ ഉൾപ്പെടുത്തണം. അവൾ ജുവലറിയിൽ ഡിസൈൻ വരയ്ക്കാൻ ഇപ്പം പോയിരിക്കുന്നുണ്ടല്ലോ, അബി അവിടെ ഉണ്ടല്ലോ, എങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാക്കി അവളെ അവിടുന്ന് ഒരു മോഷണ കേസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവളിലുള്ള വിശ്വാസം ആദർശിന് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത്
കേൾക്കുമ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, നീയെന്നല്ല ആരൊക്കെ ശ്രമിച്ചാലും എൻ്റെ മരുമോളെ ഇനി ഞാനോ എൻ്റെ മകനോ അവിശ്വസിക്കത്തില്ലടി. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വന്നാൽ പോലും എൻ്റെ മരുമോൾ ഈ വീട്ടിൽ തന്നെ കാണും. അതിന് ഞാൻ എന്തും ചെയ്യുമെന്ന് മനസ്സിലോർക്കുന്നുണ്ട്. ജലജ അന്നേരം തന്നെ അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, എടാ നീ അറിഞ്ഞോ, നിൻ്റെ അമ്മായിക്ക് ഇപ്പോഴും ആ നയനെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് അങ്ങനെ ചേടത്തി പറഞ്ഞെന്ന് പറയും. നീ എങ്ങനെയും അവളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു പദ്ധതി ശരിയാക്കണം. ആദർശിന് അവളിലുള്ള വിശ്വാസം പോകണം. അതിനുവേണ്ടി അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റിയിട്ട് അത് അവളുടെ തലയിൽ വെക്കണം. എന്നാൽ മാത്രമേ അവളെ അവിടുന്ന് ഇറക്കാൻ പറ്റത്തുള്ളൂ. അവളെ അന്നേരം ഈ വീട്ടിലുള്ളവരും അവളെ അവിശ്വസിച്ചോളും. അങ്ങനെ ആകുമ്പോഴത്തേനും അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നീ എങ്ങനെയും ആ പ്ലാൻ ശരിയാക്കണമെന്ന് പറയും. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തായാലും അവൾ ആ കമ്പനി തന്നെ ഉണ്ടല്ലോ, ഞാനും ഉണ്ട്. ഇന്ന് തന്നെ അതെല്ലാം ശരിയാക്കി അവളെ അവിടുന്ന് ഇറക്കാനുള്ള പ്ലാൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അഭി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആ പ്ലാൻ നടക്കും എന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെ നിൽക്കുന്ന ജലജ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.